കുളിയുടെ ഫർള് രണ്ടാണ്. ഒന്ന് നിയ്യത്ത് ചെയ്യുക എന്നുള്ളത്, രണ്ടാമത്തത് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും വെള്ളം എത്തിക്കുക എന്നുള്ളതാണ്. നിയ്യത്ത് എന്ന് പറയുമ്പോൾ സുന്നത്തായ കുളികളുണ്ട്, ഫർളായ കുളികളുണ്ട്. ഫർളായ കുളികൾ ഉണ്ടാകുന്നത് 4 കാര്യങ്ങളെ കൊണ്ടാണ്. ജനാബത്ത് ഉണ്ടാവുക, ഹൈദ് ഉണ്ടാവുക, നിഫാസ് ഉണ്ടാവുക, പ്രസവം ഉണ്ടാവുക എന്നീ കാര്യങ്ങൾ ഉണ്ടായാലാണ് ഒരു മനുഷ്യനിക്ക് ഫർളായ കുളിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ നമ്മൾ കുളിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് കുളിക്ക് മുമ്പ് കുറച്ച് സുന്നത്തായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കുളി പരിപൂർണമായ രീതിയിൽ കുളിക്കാൻ കഴിയും. കുളിക്കുന്ന സമയത്തും കിബിലയിലേക്ക് മുന്നിടുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അപ്പൊ കിബിലയിലേക്ക് മുന്നിടുകയും അതേപോലെ തന്നെ ഔറത്ത് മറക്കുക. ഔറത്ത് മറക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരത്തിന് മറക്കുന്നത് പോലെയല്ല. ചെറിയ രീതിയിലെങ്കിലും നമ്മൾ ഔറത്ത് മറച്ചിട്ടുണ്ടാകണം. അതായത് നഗ്നന്മാരായ രീതിയിൽ വസ്ത്രങ്ങളില്ലാത്ത വിധത്തില് നമ്മൾ കുളിക്കുക എന്നുള്ളത് അത്ര ശരിയല്ല. അതുകൊണ്ട് തന്നെ കുളിക്കുന്ന സമയത്ത് വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കുളിക്കേണ്ടത്. എന്നിട്ട് കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടു കൂടെ ബിസ്മി ചൊല്ലുക. കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടു കൂടിയാണ് നമ്മൾ എന്താക്കേണ്ടത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലേണ്ടത്. അത് കഴിഞ്ഞ് വുളൂ ചെയ്യുക. ഫർളായ കുളിക്കുന്നതിന് മുമ്പ് വുളൂ ചെയ്യൽ സുന്നത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ശേഷം നമ്മൾ ഫർളായ കുളിയാണ് കുളിക്കുന്നതെങ്കിൽ അവിടെ ഫർളായ കുളിയുടെ നിയ്യത്ത് നമ്മൾ വെക്കണം. ഫർളായ കുളിയെ ഞാൻ കുളിക്കുന്നു. ആ നിയ്യത്ത് വെച്ചതിന് ശേഷം അവിടെ സുന്നത്തായ കുളിയാണെങ്കിലോ സുന്നത്തായ കുളിയാണെന്ന് കരുതണം. ഉദാഹരണത്തിനേക്ക് ജുമാക്ക് പോകുന്ന സമയത്ത് കുളിക്കുക എന്നുള്ളത് സുന്നത്താണ്. പെരുന്നാൾ ദിവസത്തിന്റെ ചെറിയ പെരുന്നാൾ അല്ലെങ്കിൽ വലിയ പെരുന്നാൾക്ക് കുളിക്കൽ പ്രത്യേകം സുന്നത്തുള്ളതാണ്. അപ്പൊ ആ ചെറിയ പെരുന്നാളിന്റെ സുന്നത്തായ കുളി അല്ലെങ്കിൽ വലിയ പെരുന്നാളിന്റെ സുന്നത്തായ കുളി, ജുമയുടെ സുന്നത്തായ കുളി എന്നിങ്ങനെ നിയത്ത് ചെയ്തുകൊണ്ടാണ് നമ്മൾ സുന്നത്തായ കുളി കുളിക്കുന്നത്. ഇവിടെ ഫർളായ കുളിയാകുമ്പോൾ ഫർളായ കുളിയെ ഞാൻ കുളിക്കുന്നു എന്ന നിയത്തോടു കൂടിയാണ് ഫർള് കുളി നമ്മൾ കുളിക്കുന്നത്. അതിനു ശേഷം ആദ്യമായി തലയിലാണ് നമ്മൾ വെള്ളം ഒഴിപ്പിക്കേണ്ടത്. തലയുടെ ഭാഗത്തേക്ക് വെള്ളം ഒലിപ്പിക്കുകയും അതിനു ശേഷം വലത് ഭാഗം, നമ്മുടെ ശരീരത്തിന്റെ വലത് ഭാഗവും പിന്നീട് ഇടത് ഭാഗവുമാണ് വെള്ളം ഒലിപ്പിക്കേണ്ടത്. അങ്ങനെയാണ് കുളിയുടെ തുടക്കമുണ്ടാകേണ്ടത്. അതിനു ശേഷമാണ് ശരീരം മുഴുവനായിട്ട് വെള്ളം ഒലിപ്പിച്ച് തേച്ച് കഴുകുക എന്നുള്ളതും ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ഓരോ പാർട്സുകളിൽ ഓരോ അവയവങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം? തേച്ച് കഴുകണം. പീഡക്കുഴിയുള്ളതായ സ്ഥലങ്ങള്, കൺപോളകള്, കണ്ണിന്റെ ഇടയിലുള്ളതായ സ്ഥലങ്ങൾ, അതേപോലെ തന്നെ ചെവിയുടെ ഇടയിലുള്ളതായ ചുളിഞ്ഞ സ്ഥലങ്ങൾ, കാലിന്റെയും കയ്യിന്റെയും ചുളിഞ്ഞ സ്ഥലങ്ങള്, വിരലുകളുടെ ഇടയില്, ഈ സ്ഥലങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കുളിക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ കുളിക്കുന്ന സമയത്ത് വെള്ളം എത്തിച്ചേരാൻ പ്രയാസമുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ധാരണയിൽ വെള്ളം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്, യഥാർത്ഥത്തിൽ അവിടെ വെള്ളം എത്തിയിട്ടില്ല. അത്തരത്തിലുള്ള സ്ഥലങ്ങളിലെല്ലാം വളരെ ശ്രദ്ധയോടു കൂടിയായിരിക്കണം. അതിലൊന്നാണ് മടമ്പ് എന്നുള്ളത്. കാലിന്റെ ബാക്ക് സൈഡ്, ആ മടമ്പിലേക്ക് വെള്ളം ചിലപ്പോൾ എത്തിച്ചേരണമെന്നില്ല. അപ്പൊ ബാക്കിൽ കൂടെ എന്ത് ചെയ്യണം? വെള്ളം ഒലിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിൽ വെള്ളം എത്തിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്.
നമ്മൾ കുളിക്കുന്നതായ സമയത്ത് സംസാരം ഒഴിവാക്കേണ്ടതാണ്. നിർബന്ധ സാഹചര്യത്തിൽ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ സംസാരിക്കാം എന്നല്ലാതെ സംസാരിച്ചുകൊണ്ടേ കുളിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ പാട്ട് പാടിക്കൊണ്ടേ കുളിക്കുക എന്നുള്ളത് അത്ര ശരിയല്ല. കുളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉളുവിന് ശേഷമുള്ളതായ ദുആ, ആ ദുആ കുളിക്ക് ശേഷവും നമ്മൾ ദുആ ചെയ്യണം. അതും പ്രത്യേകം സുന്നത്തുള്ളതായ കാര്യമാണ്.